നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണേ. +1 ഇംപ്രൂവ്മെന്റ് ടൈം ടേബിൾ വന്നു. പല ചാനലുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം കുട്ടികൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയും കൺഫ്യൂഷനും വരുന്ന ടൈം ടേബിളൊക്കെ പറയുന്നത് ഓഗസ്റ്റിൽ പരീക്ഷ നടത്തും. നമുക്കിപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയല്ല, ഇപ്പം ഞാൻ അധികം റീച്ച് കിട്ടാൻ വേണ്ടിയല്ല എനിക്കിത് കിട്ടുന്നത്. നിങ്ങൾക്ക് സത്യം എന്നൊന്നും അറിയണം. ഓഗസ്റ്റ് പരീക്ഷ എങ്ങനെ നടക്കാൻ? ഓഗസ്റ്റ് ഏകദേശം പകുതി കഴിഞ്ഞു. ഓണപരീക്ഷ കഴിയുമ്പോഴത്തേന്, ഓണത്തിൻ്റെ അവധി കഴിയുമ്പോഴത്തേന് ഓഗസ്റ്റ് തീർന്നു. പിന്നെ സെപ്റ്റംബറിൽ ഏകദേശം പരീക്ഷയുടെ നിങ്ങൾ അറിയേണ്ടത് ഇമ്പ്രൂവ്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഒരു മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഈ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എന്തായാലും മിനിമം പരീക്ഷ നടക്കുള്ളൂ. അന്നേരം സെപ്റ്റംബറിലും ഇല്ല, ഉറപ്പിച്ചു. ഒക്ടോബറിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അന്നേരം ഇന്നലെ ഒരു ഡേറ്റ് വന്നു. അതാണ് ഇപ്പം കുട്ടികൾക്കിടയിൽ ചർച്ചയായിരിക്കുന്നത്. 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കുക. ഒക്ടോബർ കലണ്ടർ, മലയാളം കലണ്ടർ 13 ഒക്ടോബർ 13 മുതൽ 20 വരെ. എന്ത് പ്രത്യേകത? അതിനകത്ത് 18, 19, 20 ഡേറ്റുകളിൽ പൂജവെപ്പിന് എന്തായാലും ഗവൺമെന്റ് പരീക്ഷ നടത്തില്ല. ഞാൻ അറിഞ്ഞ കാര്യം, സത്യമായ ഉള്ള കാര്യം, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് പ്രതിനിധികൾ അറിഞ്ഞ വിവരം അനുസരിച്ച് പറയാം. ഒന്നുകിൽ പൂജവെപ്പിന് മുമ്പേ 17-ാം തീയതിക്ക് മുമ്പേ പരീക്ഷ നടത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം പൂജവെപ്പിന് മുമ്പേ പരീക്ഷ നടത്താൻ അതായിരിക്കും 90%. അതായത് ഒക്ടോബർ 2026 17-ാം തീയതിക്ക് മുമ്പേ പരീക്ഷ നടത്താനോ, അല്ലെങ്കിൽ 10% ചാൻസ് ഈ പറഞ്ഞ പോലെ 20-ാം തീയതിക്ക് പൂജവെപ്പിന് ശേഷം 20, 21 കഴിഞ്ഞ ശേഷം ആ മാസം കൊണ്ട് തീർക്കാനുമായിരിക്കും. 90% പൂജവെപ്പിന് മുമ്പേ ആയിരിക്കാം, അല്ലെങ്കിൽ പൂജവെപ്പിന് ശേഷമായിരിക്കാം. എന്തായാലും ഒക്ടോബർ ഈ പറയുന്ന 2 ഡേറ്റിൽ പരീക്ഷ നടക്കത്തുള്ളൂ. ടൈം ടേബിളൊക്കെ ഏകദേശം ഇതേപോലൊക്കെ തന്നെ വരും. 5-6 ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ പരീക്ഷ ഇമ്പ്രൂവ്മെന്റ് നടക്കുകയും ചെയ്യും. കാരണം പഠിക്കാനുള്ള കുട്ടികൾ പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് എല്ലാം റെഡിയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം നിങ്ങൾക്ക് ചേരുകയും ചെയ്യാം. അന്നേരം ക്ലിയർ ആണല്ലോ? അന്നേരം ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തും. ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.